മലങ്കര മർത്തോമ സുറിയാനി സഭ എപ്പോഴും വ്യത്യസ്തമായി നിൽക്കുന്ന സഭയാണ്. സ്ത്രീജനങ്ങളെയും പുരുഷജനങ്ങളെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന സഭ. സേവികാ സംഘം അപ്രകാരം സ്ത്രീകളെ മുന്നിലേക്ക് കൊണ്ടുവരുവാനും അവരെ തുല്യരായി കാണുവാനും തുടങ്ങിയ പ്രസ്ഥാനമാണ്. സേവിയാ സംഘം 100 വർഷം പിന്നിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ വർഷം വനിതാ മന്ദിരം 100 വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ, എപ്രകാരമാണ് ഈ 100 വർഷം അവർ ആഘോഷിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇപ്പോൾ സേവികാ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി റേച്ചൽ ജോർജ് കൊച്ചമ്മ ഇപ്പം നമ്മളോട് സംസാരിക്കുന്നതാണ്. അതെ, മാർത്തോമാ സുവിശേഷ സംഘം ആക്ച്വലി ഇത് 106ാമത്തെ വർഷമാണ്. നമ്മൾ 2019 അതിൻ്റെ ശതാബ്ദി നമ്മൾ ആഘോഷിച്ചിരുന്നു. എന്നാൽ ഈ വർഷം ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വനിതാ മന്ദിരം, മാർത്തോമാ സുവിശേഷ സേവികാ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വനിതാ മന്ദിരം എന്ന് പറയുന്നത്. വനിതാ മന്ദിരം എന്ന് പറയുന്ന സ്ഥാപനം സഭയിലെ സ്ത്രീകളെ ഒരു സുവിശേഷ വേലയ്ക്കും ഉത്തമ കുടുംബ ജീവിതത്തിനും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭം കുറിച്ച ഒരു സുവിശേഷ പരിശീലന സ്ഥാപനമാണ്. അത് ഇത് സ്റ്റാർട്ട് ചെയ്തത് 1925 അപ്പോൾ ഈ 2025 എന്ന് പറയുന്നത് വനിതാ മന്ദിരത്തിൻ്റെ ശതാബ്ദി വർഷമായിട്ടാണ് ആചരിക്കുന്നത്. നമുക്കറിയാം, ഓസ്ട്രേലിയൻ മിഷണറി ആയിരുന്ന മിസ് കെല്ലവയാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു മന്ദിരത്തിൻ്റെ പ്രഥമ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അപ്പം അന്ന് ബൈബിൾ പരിശീലനം സ്ത്രീകൾക്ക് നൽകുന്നതിനും, സ്ത്രീകൾക്ക് തന്നെയല്ല മാർത്തോമാ സഭയിലെ തന്നെ ആദ്യത്തെ ഒരു ബൈബിൾ പരിശീലന സ്ഥാപനം എന്ന ഒരു പ്രത്യേകതയും ഇതിനുണ്ട്. അപ്പം ഇന്ന് അതിൻ്റെ പ്രിൻസിപ്പലായിട്ടിരിക്കുന്നത് മിസ് ആനി തോമസ് ആണ്. സേവിനി ആയിട്ട് ഇവിടെ ഇതിൻ്റെ ക്രമപരിപാലനത്തിൻ്റെ ചാർജ് ഉള്ളതുകൊണ്ട് ആനിയെ ഇപ്പോൾ അവിടെ ലഭ്യമാകുന്നില്ല. അപ്പോൾ 6 പേരുമായിട്ട് ആരംഭിച്ച സുവിശേഷ പരിശീലന സ്ഥാപനം 4000-ലധികം സ്ത്രീകളെ ഈ സുവിശേഷ വേലയിൽ സമർപ്പിതരായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കി. നമ്മുടെ പല വേലസ്ഥലങ്ങളെല്ലാം ആരംഭിച്ചത് ഈ സ്ത്രീകളുടെ ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഈ വർഷം ഈ ഒരു ശതാബ്ദിയുടെ ഭാഗമായിട്ട് നമ്മളൊരു 10 പ്രോജക്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് ഒരു നിരവധി പകൽ വീട്, അതുപോലെ തന്നെ ചർച്ചാവേദി, നൈപുണ്യ എന്ന പേരിൽ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ പല പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും സാമ്പത്തികമായ ആവശ്യങ്ങളിലും എല്ലാവരുടെയും സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട് നാളിതുവരെ നടത്തിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ